ഹലോ മഞ്ജുഷയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കളേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണത് മിക്സ് ചെയ്യുന്നതെന്നെല്ലാം പഠിച്ചു. ഇനി നമുക്ക് ചെറുതായിട്ട് അതിനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ക്യാൻവാസ് എടുക്കുക, ക്യാൻവാസിൻ്റെ ചെറിയൊരു പീസ് എടുക്കുക. ഇനി ക്യാൻവാസ് ഇല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൽ വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മൾ പഠിച്ചിട്ടുള്ള ഡിസൈൻസ് തന്നെയാണ്, അതെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് വരച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു മത്സ്യമുണ്ട്, ലോട്ടസ് ഉണ്ട്, പിന്നെ വള്ളികളും ലതകളും ഉണ്ട്. ഇതെല്ലാം ഒരു സർക്കിൾ ഷേപ്പിൽ വരച്ചിട്ട് ആ ഡിസൈൻ പോലെ ആക്കിയെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 2 ഡിസൈൻ വരച്ചിട്ടുണ്ട്, സെയിം തന്നെ മത്സ്യം തന്നെയാണ്. ഒന്നിലും മിഡിലിൽ മത്സ്യം വരച്ചിരിക്കുന്നു, ഒന്നിൽ ഞാൻ സൈഡിലായിട്ട് വരച്ചിരിക്കുന്നു. ഇനി പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ക്യാൻവാസിൽ വരയ്ക്കുക. വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം, റെഡ് കളർ മിക്സ് ചെയ്യുക. റെഡ് കളർ എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റെഡ് കളർ മിക്സ് ചെയ്തതിന് എടുത്തിട്ട് 000 ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ പെൻസിൽ വെച്ച് വരച്ചിരിക്കുന്ന ആ ഡിസൈനിൻ്റെ മുകളിലൂടെ വരയ്ക്കുക. ഒരുപാട് കട്ടി കൂടി പോകരുത്, ഒരുപാട് കട്ടി കൂടാനും പാടില്ല, വിട്ട് പോകരുത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നേരത്തെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണോ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ലൈന് പെന്നും പെൻസിലും വെച്ച് പഠിച്ചത്, അതുപോലെ തന്നെ 000 ബ്രഷ് ഉപയോഗിച്ചിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴേ മാത്രമേ നമുക്ക് ഈ ഡിസൈൻസ് നല്ല ഈസി ആയിട്ട് വരയ്ക്കുവാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ വരച്ചിരിക്കുന്ന ഡിസൈൻ മുഴുവനും ഇതേപോലെ റെഡ് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുക. ഞാൻ ഈ വരച്ചിരിക്കുന്ന ഡിസൈൻ തന്നെ വേണം എന്നില്ല. ഞാനിവിടെ ലോട്ടസും വള്ളികളും ലതകളും എല്ലാമാണ് വരച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ കോപ്പി ചെയ്യേണ്ട. നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വള്ളികളും ലതകളും ചേർത്ത് വെച്ച് വരയ്ക്കേണ്ടതെന്നുള്ളത്. അതുപോലെ വരയ്ക്കുക. ഫ്രീ ഹാൻഡായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് മാത്രം ക്യാൻവാസിലേക്ക് വരയ്ക്കുക. ക്യാൻവാസിൽ വരയ്ക്കുമ്പോഴോ ഒരുപാട് കട്ടി കൂട്ടി വരയ്ക്കരുത്. അതായത് പെൻസിൽ വെച്ച് വരയ്ക്കുമ്പം ലൈറ്റായിട്ട് വരയ്ക്കുക. നമുക്ക് കാണുവാൻ പറ്റുന്ന ആ ഒരു ഇതിൽ വെച്ച് മാത്രം വരയ്ക്കുക. അതിന് ശേഷം വേണം റെഡ് കളർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുവാൻ. സമയമെടുത്ത് തന്നെ റെഡ് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം, ഈ നമ്മൾ അടിച്ചിരിക്കുന്ന ഔട്ട്ലൈൻ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ഇറേസർ ഉപയോഗിച്ചിട്ട് ആ പെൻസിൽ മാർക്കിംഗ് എല്ലാം റബ്ബ് ചെയ്ത് കളയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ 2 മത്സ്യത്തിന് വരച്ചിട്ടുണ്ട്. എല്ലാവരും വരയ്ക്കുമ്പോൾ ഈ സെയിം ഡിസൈൻ തന്നെ വരയ്ക്കാം. ഇത് തന്നെ വരയ്ക്കണം എന്നില്ല. പക്ഷേ ഡിസൈനിനകത്ത് മത്സ്യം വേണം, ലോട്ടസ് വേണം, പിന്നെ വള്ളികളും ലതകളും വേണം. ഇത് 3ഉം കൂടെ ചേർത്തിട്ടുള്ളൊരു ഡിസൈൻ എല്ലാവരും വരയ്ക്കുക. അപ്പം എല്ലാവരും ഈ 3 ഡിസൈൻ എല്ലാം ചേർത്ത് വെച്ചിട്ട് വരയ്ക്കാൻ നോക്കുക. ഒരേപോലത്തെ ഡിസൈൻ വരയ്ക്കണം കേട്ടോ, ഈ കാണുന്നവരെല്ലാവരും. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ക്ലാസ്സുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ വേണം, ലോട്ടസ് വേണം, വള്ളികളും ലതകളും വേണം, പിന്നെ ഒരു മത്സ്യവും കൂടെ വേണം. 1 or 2 മത്സ്യം വരയ്ക്കുക. ഞാൻ ഈ 2 പിക്ചേഴ്സും പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ അതൊന്ന് നോക്കി വരയ്ക്കണമെങ്കിൽ അങ്ങനെ നോക്കി വരയ്ക്കുക, അല്ലെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വരച്ചാലും മതി. ഇനി നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ്. നമ്മൾ ബേസ് വാഷ് കൊടുക്കണം. റെഡ് കളറിനും ഗ്രീൻ കളറിനും ബേസ് വാഷ് കൊടുക്കുന്നത് യെല്ലോ ആണ്. അപ്പോൾ ഞാനിവിടെ പെർമനൻറ്റ് യെല്ലോ മീഡിയവും യെല്ലോ ഓക്കറും 2ഉം കൂടെ മിക്സ് ചെയ്യാണ്. 2ഉം കൂടെ എടുത്തു. കുറച്ച് കൂടുതൽ പെർമനൻറ്റ് യെല്ലോ മീഡിയം എടുത്തു. അതിൽ കുറച്ച്, അതായത് ഒരു 1/4 ഭാഗം യെല്ലോ ഓക്കറും കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ലൈറ്റായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ബേസ് വാഷ് ചെയ്യുക. ബേസ് വാഷ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒന്നെങ്കിൽ ഡിസൈൻ ചെയ്യുക, അതല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുക. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ തുടക്കക്കാരൊക്കെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാവുമ്പോൾ കൈ ഒന്ന് വഴങ്ങി കിട്ടും. അപ്പം ഒന്ന് വെള്ളം ഇറ്റിറ്റ് കൊടുക്കണം കേട്ടോ, എന്നിട്ടേ മിക്സ് ചെയ്യാവുള്ളൂ. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് തിക്കായി പോകാനും പാടില്ല. ഒരു മീഡിയം രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ബേസ് വാഷ് കൊടുക്കുക. ഇനി കുറച്ച് ലൈറ്റായിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ആവർത്തിച്ച് ബേസ് വാഷ് ഇട്ട് കൊടുക്കുക. ആദ്യം ഒന്ന് യെല്ലോ ഇടുക, അതൊന്ന് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത് ഇടുക. അങ്ങനെ ആവർത്തിച്ച് അതിൻ്റെ ആ ഒരു ഡെപ്ത് കൂട്ടിയെടുക്കുക. ഈ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഡിസൈൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 കളേഴ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒന്ന് റെഡ് ഷെയ്ഡിങ്ങും പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിങ്ങും. അതുകൊണ്ട് ഡിസൈൻ ഫുള്ള് യെല്ലോ ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു 2 പ്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ട് സെയിം കളർ ഉപയോഗിച്ച്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡിസൈൻസാണ്. ഡിസൈൻസിൽ ഞാൻ പെർമനൻറ്റ് യെല്ലോ മീഡിയം മാത്രമേ എടുക്കുന്നുള്ളൂ. കുറച്ച് ബ്രൈറ്റ് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പെർമനൻറ്റ് യെല്ലോ മീഡിയം മാത്രം ഒന്ന് വെള്ളം ഉപയോഗിച്ച് ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണോ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്തത് അതുപോലെ തന്നെ ഡിസൈനിലും ചെയ്യുക. ഡിസൈനിൽ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് ഒറ്റയടിക്ക് ഇങ്ങനെ വാഷ് ചെയ്ത് പോകരുത്. ഓരോ ഡിസൈനും ഇങ്ങനെ എടുത്തെടുത്ത് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ പെറ്റലാണെങ്കിൽ ആ പെറ്റൽ മാത്രം ചെയ്യുക, ഒരു വള്ളി മാത്രം ചെയ്യുക, അങ്ങനെ ചെയ്ത് ആ ഡിസൈൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും ഡിസൈനെല്ലാം ഇതുപോലെ വരച്ച് കംപ്ലീറ്റ് ആക്കി വെക്കുക. അപ്പോൾ നമ്മളുടെ ബേസ് സ്റ്റെപ്പ് കഴിഞ്ഞു. അതായത് റെഡ് കളർ വെച്ച് ഔട്ട്ലൈൻ ഇട്ടു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, യെല്ലോ കളർ ബേസ് വാഷ് കൊടുത്തു.
പിന്നെ ഒരു കാര്യം, ഈ ഒരു പിക്ചർ മാത്രം വരച്ചത് കൊണ്ട് നിങ്ങളുടെ ഡ്രോയിങ്ങും പിന്നെ ഷെയ്ഡിങ്ങും എല്ലാം കറക്റ്റായിട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. എത്രമാത്രം ഡിസൈൻസ് വരച്ച് പ്രാക്ടീസ് ചെയ്യാമോ അത്രയ്ക്കും വരയ്ക്കുക. ഇപ്പം ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു. അപ്പോൾ ഇനി വേറെ ഡിസൈനൊന്നും കോപ്പി അടിക്കാതെ തനിയെ വള്ളികളും ലതകളും എല്ലാം ചേർത്ത് വെച്ചിട്ട് ധാരാളം ഡിസൈൻസ് വരയ്ക്കുക. ധാരാളം ഡിസൈൻസ് വരച്ചിട്ട് നമ്മൾ ഈ കളർ ചെയ്യുന്ന ഈ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ അതുപോലെ തന്നെയാണ്. പെൻസിൽ സ്കെച്ച്, പിന്നെ റെഡ് കളർ ഔട്ട്ലൈൻ എല്ലാം അത് തന്നെ. അതെല്ലാം ചെയ്ത് വയ്ക്കുക. 1-2 പിക്ചേഴ്സൊക്കെ നന്നായിട്ട് ചെയ്താൽ മാത്രമേ, ധാരാളം ചെയ്താൽ മാത്രമേ നമ്മുടെ കൈക്ക് ആ ഒരു വഴക്കം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ വരയ്ക്കുക, കളർ ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാനായിട്ടുള്ള ഡിസൈൻസാണ് നമ്മൾ ആദ്യം പഠിച്ചത്. വള്ളികളും ലതകളും ലോട്ടസും അല്ലെങ്കിൽ ഫ്ലവേഴ്സൊക്കെ. അതെല്ലാം നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ആ 1-2 ഡിസൈൻ വെച്ച് തന്നെ ധാരാളം ഡിസൈൻസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഷെയ്ഡിങ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ബൈ. നാളെ കാണാം.